C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കുറെ നേരം അച്ഛന്റെ അടുത്തിരുന്ന് സംസാരിക്കാൻ കൊതിച്ച് ഞാൻ അച്ഛനെ ഒഴിവാക്കി പറഞ്ഞു വിട്ടു. പലവട്ടം അച്ഛന്റെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയാൻ എന്റെ നാവ് പൊങ്ങിയതാ. സാറിനെ ഓർത്ത് മാത്രം ഞാനിത് ചെയ്യാത്തത്. എന്റെ അച്ഛൻ സാറിനെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കാൻ എനിക്ക് വയ്യാത്തോണ്ട്. ഇനി ഇവിടെ നിന്ന് കരഞ്ഞും പറഞ്ഞും ആരെ അറിയിക്കേണ്ട. അച്ഛന് തിരികെ വരാൻ തോന്നിയാ ഇനി ചിലപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ പോയി ഡോക്ടറിനെ കണ്ടിട്ട് വരാം. ലക്ഷ്മി, ഇത്രയൊക്കെ നീ പറഞ്ഞിട്ടും എനിക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം താൻ പറഞ്ഞതൊക്കെ ശരിയാണ്. നമ്മുടെ ഇടയിലേക്ക് ഒരു ഡോക്ടറും വരണ്ട, ഒരു കൗൺസിലിംഗും വേണ്ട. താനിപ്പോ എന്നെ സ്നേഹിച്ച പോലെ തന്നെ സ്നേഹിച്ചോളൂ. ഒരു പരാതിയും പറയാതെ, ഒരു പരിഭവം ഇല്ലാതെ ഞാനുണ്ട് തന്റെ കൂടെ. നമ്മൾ പണ്ട് പറയാറില്ലേ, വിശ്വാസം എന്ന 3 അക്ഷരം. അതിൽ വിശ്വാസമുള്ളിടത്തോളം കാലം തന്നെ എനിക്ക് വിശ്വാസമാണ്. എന്നും എന്റേത് മാത്രമായിരിക്കണം താൻ. വേറെ ആർക്കും അതിനിടയിൽ സ്ഥാനമില്ല. എന്തു വന്നാലും ഞാനുണ്ട്. ഇത് മതി, ഇത് മാത്രം മതി. ഞാൻ പോയി ഡോക്ടറിനെ കാണാം. വേണ്ട ലക്ഷ്മി, ഇനി അതിന്റെ ആവശ്യമില്ല. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അത് വേണ്ട സർ. എനിക്ക് വിഷമാവെന്ന് കരുതിയിട്ടല്ലേ സോറി പറഞ്ഞത്. മാത്രല്ല, ഞാൻ ഓഫീസിൽ വെച്ച് സാറിന് വാക്ക് തന്നതാ. സാറ് പറയുന്നത് ഒരു പരാതിയില്ലാതെ ഞാൻ അനുസരിക്കുന്നു. സാറിന്റെ ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടി സാറ് പറയുന്നത് അനുസരിക്കേണ്ടത് എന്റെ കർത്തവ്യ. മാത്രല്ല, ഈ ഒരു കൗൺസിലിംഗ് അത് കഴിയുന്നതോടെ എല്ലാവരുടെയും, എസ്പെഷ്യലി സാറിന്റെ ഈ സംശയങ്ങൾക്ക് ഒരവസാനം ഉണ്ടാവുമല്ലോ. സാറിനോട് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രണയം ശ്വാസമായി തന്ന് എന്നെ വീണ്ടും ജനിപ്പിച്ചവൾക്ക് കൊടുത്ത വാക്കിന് വില കൽപ്പിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ സാറിനോട് തൽക്കാലം ഒന്നും പറയുന്നില്ല. ലക്ഷ്മി, എന്താ താൻ പറയാനുണ്ടെന്ന് പറഞ്ഞു? അതിനുള്ള സമയവും സന്ദർഭവും ഇതല്ല സർ. ഞാൻ പറയാം ഒരു ദിവസം എല്ലാം. മോളെവിടെ? നീ എന്തിനാ സരോജി ഇങ്ങോട്ട് വന്നത്? ആദ്യം മോളെവിടെയെന്ന് പറ. നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ട, കടയിൽ ആരുമില്ലാന്ന്. കടയിൽ ആരും ഇല്ലാത്താണ് നിങ്ങക്ക് വലിയ കാര്യം. ഞാനേ ആ പയ്യനെ അവിടെ ഇരുത്തിട്ടാ വന്നത്. പറ, മോളെവിടെ? എനിക്കിപ്പോ മോളെ കാണണം. ഒന്ന് പതുക്കെ പറ സരോജ, ആളുകൾ കണ്ട എന്ത് വിചാരിക്കും? മോളെ കണ്ട അവിടെ നിന്ന് പരിസരം മറന്ന് ബഹളം വെച്ചേക്കരുത്. പറഞ്ഞേക്കാം, വാ. എവിടെയാ ശ്രീടച്ച? അതവിടെ. അവിടെയാന്ന്. വെൽ, ഇപ്പോ എന്റെ മുന്നിലിരിക്കുന്നത് ഒരു പേഷ്യന്റ് അല്ല.
ആ കുട്ടിക്ക് ഈയിടെയായിട്ട് വർക്ക് പ്രഷർ ഒന്നും താങ്ങാനാവാതെ വല്ലാത്ത ഡിപ്രഷൻ. ആ കുട്ടിയോട് ആശുപത്രിയിലോട്ട് പോകാമെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞു നോക്കി, പക്ഷെ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ ഡോക്ടറോട് നേരിട്ട് പറയാനാണ് ശ്രീലക്ഷ്മി എന്നെയും കൂട്ടി ഇവിടേക്ക് വന്നത്, അല്ലേ? നെക്സ്റ്റ് സിറ്റിംഗിൽ ആ കുട്ടിയെ കൂടെ കൊണ്ടുവരുന്നല്ലേ ഡോക്ടർ ശ്രീലക്ഷ്മിയോട് പറഞ്ഞത്, അല്ലേ? അല്ലേ ഡോക്ടർ? അതെ അതെ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാൻ കുറച്ച് ബിസിയാണ്. ഓക്കെ ഡോക്ടർ. ഓക്കെ, താങ്ക് യു. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തിനാ മോളെ നീ അച്ഛനോട് നോണ പറഞ്ഞത്? പേടിച്ചു പോയല്ലോ ഞാൻ. അത് ഞങ്ങൾ ആരോടും പറയാതെ ഇങ്ങോട്ട് വന്നത്, അതാ. എന്തിനാ മോളെ, മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്നത്? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ശ്രീലക്ഷ്മി അച്ഛാ. ശ്രീലക്ഷ്മിയോട് ഞാൻ പറഞ്ഞതുമാണ്. പക്ഷേ ശ്രീലക്ഷ്മി, നെക്സ്റ്റ് സീറ്റിംഗിൽ താൻ ആ കുട്ടിയെ അവരുടെ പാരന്റ്സിനൊപ്പം അയച്ചാൽ മതി, കേട്ടോ? ശരി സർ. മോളെ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ഇത്ര നാളും അമ്മ നിന്നെ കാണാൻ വരാത്തോണ്ട് എന്റെ മോൾ ഒരുപാട് വിഷമിച്ചു അല്ലേ? അമ്മയോട് ക്ഷമിക്ക. അമ്മേ, എന്താ അമ്മ, എന്തിനാ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്? അമ്മ വന്നല്ലോ, എനിക്കത് മതി. സാറ് ഞങ്ങളോട് ദേഷ്യവും പിണക്കൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. എന്താ ശ്രീലക്ഷ്മിയുടെ ചെയ്ത്? ഞങ്ങൾക്ക് ആർക്കും ഒരു പിണക്കവുമില്ല, ദേഷ്യവുമില്ല. ഇനി ഇവിടുന്ന് സമയം കളയണ്ട, വരൂ നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ ശ്രീലക്ഷ്മി. എങ്ങോട്ടാ സർ? നമ്മുടെ വീട്ടിലേക്ക്. അത് വേണ്ട സർ, സാറിന് അറിയാവുന്നതല്ലേ ഇപ്പൊ നമ്മുടെ വീട്ടിലെ അവസ്ഥ. ഈ സാഹചര്യത്തില് ഇപ്പോ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നാ. അതെ, അയ്യോ അതെ അതെ, ഞാനതങ്ങ് മറന്നു. വീട്ടിലെ മെയിന്റനൻസ് ജോലികളൊക്കെ നടക്കുകയാണ് ശ്രീലക്ഷ്മി അച്ഛാ. അയ്യോ, അതൊന്നും സാരമില്ല സാർ. എന്തായാലും വിധി നമ്മളെ വീണ്ടും ഇവിടെ കണ്ടുമുട്ടിച്ചു. ഇനി എപ്പോ വേണമെങ്കിലും എനിക്കും സരോജത്തിനും മോളെ വന്ന് കാണാമല്ലോ. ഓ ശരി, ആയിക്കോട്ടെ. മോളുടെ ഫോണിലേക്ക് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ അഡ്രസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങോട്ട് എപ്പോ വേണമെങ്കിലും വരാം. ഓ, ഇനി നിങ്ങൾ ചെല്ലും. ശരി ശ്രീലക്ഷ്മി അച്ഛാ. ശ്രീലക്ഷ്മി വരൂ. അച്ഛാ, അമ്മ വരൂ. സാർ, ഇത് കുറെ നേരമായല്ലോ. എന്താ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ? ആളും ആരോ ഒന്നുമില്ലാതെ തന്നോട് കുറച്ചു നേരം സംസാരിക്കണമെന്ന് തോന്നി, ഒറ്റയ്ക്ക്. ഹോസ്പിറ്റലിൽ വെച്ച് കുറെയൊക്കെ ടെൻഷനായതല്ലേ, മനസ്സൊന്ന് ഫ്രീ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് മനസ്സിലായി. സാറ് കരുതുന്ന പോലെ എനിക്ക് വിഷമമൊന്നുമില്ല സർ. പിന്നെ അച്ഛനും അമ്മയും കണ്ടപ്പോ ഒന്ന് ടെൻഷനായിപ്പോയി. ഏത് സാഹചര്യത്തിലും അഭിനയിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ഈയിടെ ഈശ്വരൻ എനിക്ക് തന്നിട്ടുള്ളതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ശ്രീലക്ഷ്മിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലേ? അതെന്താ സർ അങ്ങനൊരു ചോദ്യം? നന്നായി. ഒരിക്കലും അവരറിയാൻ പാടില്ല ഇതൊന്നും. സരോജത്തിനും സുദർശനും ഈ ലോകത്താകെയുള്ളതും ഏറ്റവും പ്രിയപ്പെട്ടതും ശ്രീലക്ഷ്മിയാ.
വിവാഹത്തിന് ശേഷമാ ശ്രീലക്ഷ്മിക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ അവരറിയാതെ പരിഹരിക്കേണ്ടത് നമ്മുടെ കടമയാ. ശ്രീലക്ഷ്മി പോകാൻ പോകുന്നത് അവിടേക്കാണെന്നുള്ളത് തീർച്ചയാ. അവൾ എവിടേക്കും പോകണ്ടെന്നാ അമ്മയുടെ തീരുമാനവും ഇഷ്ടവും. പക്ഷേ അവൾ പോകാൻ തീരുമാനിച്ചാൽ ശ്രീലക്ഷ്മി അതൊക്കെ അവരോട് പറഞ്ഞാൽ ഈ വീട്ടിൽ ശ്രീലക്ഷ്മി സുരക്ഷിതയല്ലെന്ന് അവർക്ക് തോന്നില്ലേ? അമ്മ വിഷമിക്കണ്ട. ശ്രീലക്ഷ്മിക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാം. അമ്മ അതോർത്ത് വിഷമിക്കണ്ട. അമ്മ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. മോളെ, ശ്രീലക്ഷ്മി പ്രായത്തിൽ നിന്നേക്കാളും ഇളയതാണ്. ബന്ധം കൊണ്ടാണ് ചേട്ടത്തിയാവുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നിനക്ക് അവളോട് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ഞാനീ പറയുന്നത് ശ്രീലക്ഷ്മിയോട് എനിക്കുള്ള സ്നേഹക്കൂടുതലായി നീ തെറ്റിദ്ധരിക്കരുത്. അമ്മായിയമ്മയായിട്ടല്ല, അമ്മയായിട്ടാ ഞാൻ പറയുന്നത്. ആക്ഷേപിച്ചും കുറ്റങ്ങൾ കണ്ടുപിടിച്ചും നീ അവളെ ഇനിയും വിഷമിപ്പിക്കരുത്. ഇതൊക്കെ പുറത്തറിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് രവിയുടെയും ശ്രീലക്ഷ്മിയുടെയും ജീവിതം മാത്രമല്ല, നീ ഉൾപ്പെടുന്ന ഈ കുടുംബത്തിന്റെ സൽപ്പേര് കൂടിയാ. അമ്മ ഈ പറഞ്ഞത് അതേ അളവിൽ മോള് കേൾക്കുമെന്നും അതേപോലെ അനുസരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ശ്രീലക്ഷ്മി ഔട്ട്. ഇനി മൂത്ത മരുമകളുടെ ഭരണമില്ല ഇവിടെ. ഇളയ മരുമകളുടെ ഇഷ്ടങ്ങളേ ഉള്ളൂ. ഇനി അവള് നാളെ ഈ പടിയിറങ്ങി പോകുന്നതും കൂടി എനിക്ക് കാണണം. ഒരു രാത്രി, ഒരേ ഒരു രാത്രിക്കപ്പുറം എല്ലാം അവസാനിക്കാൻ പോകുന്നു. എന്താ ശ്രീടച്ച ഒരാലോചന? എന്താ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നത്? ഇന്ന് സന്തോഷിക്കല്ലേ വേണ്ടത്? എന്തിനെന്നോ? ദേ മനുഷ്യ, എത്ര നാള് കൂടിയാ നമ്മള് മോളെ കണ്ടത്. നിങ്ങളുടെ മുഖത്ത് അതിന്റെ ഒരു സന്തോഷമില്ലാത്ത എന്താ? പിന്നെ സന്തോഷിക്കാൻ പറ്റിയ സ്ഥലത്ത് വെച്ചാണല്ലോ നമ്മള് മോളെ കണ്ടത്. വരും വരായികളെ കുറിച്ച് ചിന്തിക്കാത്തവർക്കും എന്താണ് ചുറ്റിലും നടക്കുന്നതെന്ന് തിരിച്ചറിയാത്തവർക്കും വെറുതെ എങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുക? ഞാനങ്ങനെയല്ല. അതിനിപ്പോ എന്തുണ്ടായിന്നാ നിങ്ങൾ ഈ പറയുന്നത്? എന്തുണ്ടായിരുന്നു? കാരണമില്ലാതെ ഒരു കാര്യത്തിനും ഞാൻ ഒരുപാട് ചിന്തിക്കാറില്ലെന്ന് നിനക്കറിയാമല്ലോ. ആണോ? എങ്കി പറഞ്ഞേ, ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? മോളെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് നീ എന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷേ നീ കാര്യമായി എടുക്കാത്ത, ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്നമുണ്ട് സരോജം. എന്തൊക്കെയാ അച്ഛൻ നിങ്ങൾ ഈ പറയുന്നത്? വെറുതെ എന്നെ കൂടെ പേടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറയ്. രവിസാറും ശ്രീലക്ഷ്മിയും എന്തോ നമ്മളോട് മറയ്ക്കാൻ ശ്രമിച്ചു സരോജം. മോളുടെ കണ്ണിൽ എനിക്കത് കാണാമായിരുന്നു. അവര് രണ്ടാളും ആ ഡോക്ടറും പറഞ്ഞ നുണയായിരിക്കുമെന്നാണ് എന്റെ സംശയം. മനുഷ്യ, വെറുതെ നിങ്ങൾ എഴുതപ്പുറം വായിക്കണ്ട. എന്റെ കർക്കുത്തിയമ്മേ, അച്ഛൻ പറയുന്ന പോലെയാണെങ്കിൽ എന്റെ മോള് അങ്ങനെ വല്ല സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മോളെ മാറ്റി നിർത്തി ചോദിക്കാറുന്നില്ലേ? അതെങ്ങനെ സരോജം? അങ്ങനെ ഞാൻ ചോദിച്ചാൽ അത് രവിസാറിനെ അപമാനിക്കുന്നതിന് തുല്യാവില്ലേ? എനിക്ക് തന്നെ തടയാനാവില്ല. പക്ഷെ എനിക്കറിയണം, താൻ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത് അച്ഛനും അമ്മയും കാണാനും അവരുടെ കൂടെ കുറച്ചു ദിവസം താമസിക്കാനാണോ, അതോ ഇവിടെയുണ്ടായ സംഭവങ്ങൾ തന്നെ വിഷമിപ്പിച്ചതുകൊണ്ടാണോ? നമ്മളുടെ പ്രണയത്തെ സംരക്ഷിക്കാനും രാജനന്ദിനിയുടെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്താനും
ഞാൻ നടത്തിയ ശ്രമങ്ങളാണ് തെറ്റിദ്ധാരണകളായി മാറിയതും എനിക്ക് അന്വേഷണം തുടരാൻ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതും. ഇവിടെ നിന്ന് എന്റെ അന്വേഷണങ്ങൾ തുടരുന്നത് ഇനി സാധ്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി സർ. അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഓരോ നിമിഷവും ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സാറിനെ കുറിച്ചും നമ്മുടെ പ്രണയത്തെക്കുറിച്ചുമാണ് സർ. ശ്രീലക്ഷ്മി താനൊന്നും പറഞ്ഞില്ല. ശരിക്കും അച്ഛനും അമ്മയും മിസ് ചെയ്തുകൊണ്ട് മാത്രമാണോ താൻ പോകുന്നത്? അതെ സർ. ശരി, എങ്കിൽ താൻ വീട്ടിലേക്ക് പോയിക്കോ. പക്ഷേ ഒരിക്കലും തന്റെ അച്ഛനും അമ്മയും ഇവിടെ നടന്നൊന്നും അറിയരുത്. അത് അവർക്ക് സഹിക്കാനാവില്ല. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും. ഇല്ല സർ, ഒരിക്കലുമില്ല. അച്ഛനോടും അമ്മയോടും സംഭവിച്ചതൊന്നും ഒരിക്കലും പറയില്ല. ശരി, ഡോണ്ട് വറി ശ്രീലക്ഷ്മി. ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. വെരി സോ. അതുവരെ നമ്മൾ ധൈര്യമായിട്ടിരുന്നാൽ പിന്നെ മറ്റു കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഒരു കാര്യം മാത്രം, ശ്രീലക്ഷ്മിയായിട്ട് തന്നെ തുടരണം. ഓക്കെ? എനിക്കറിയാം, പക്ഷെ ഞാനായി തന്നെയാണ് പെരുമാറുന്നത്. രാജനന്ദിനി ഞാൻ തന്നെയാണ് എന്ന് നിങ്ങളെ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ എനിക്കാവില്ല. ഇതെന്റെ ഭാഗ്യമാണോ ശാപമാണോ എന്നറിയാതെ ഞാൻ ഒരുങ്ങുകയാണ്. ആഹാ, സാന്ദ്ര മേഡം ഇതുവരെ ഇറങ്ങിയില്ലായിരുന്നു. ഇല്ല സർ, കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഉണ്ടാവുമല്ലോ, പഴയ പോലെ അല്ലല്ലോ. ഐ മീൻ, വൈസ് പ്രസിഡന്റ് മാത്രമല്ല ഇപ്പോ, രേഖാ മേഡത്തിന്റെ അസിസ്റ്റന്റ് കൂടിയല്ലേ. അപ്പൊ സ്വാഭാവികമായും ജോലി തിരക്കും കൂടും. എന്ത് ചെയ്യാനാ രാജാറാം സർ, അവരുത്തരവിടും, നമ്മൾ ആ ഉത്തരവ് നടപ്പിലാക്കണം. ശരിക്കും പറഞ്ഞ ഒരു റോബോട്ടിനെ പോലെയായ എന്റെ അവസ്ഥ. എന്നാ ശരി സർ, ഞാൻ ഇറങ്ങുന്നു. ഗുഡ് നൈറ്റ്. സാന്ദ്ര മേഡം ഒന്ന് നിന്നേ. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. മേഡത്തിന് എന്തോ പ്രശ്നമുണ്ട്, വേറെ ആരോടും പറയാൻ പറ്റാത്ത പ്രശ്നം. എന്ത് കാര്യമായാലും മാഡം എന്നോട് തുറന്നു പറയാറുണ്ടായിരുന്നു. ആ എന്നോട് പോലും മാഡം എന്തോ മറക്കുന്നത് പോലെ എനിക്കൊരു തോന്നൽ. എന്താ ശരിയല്ലേ? ചിലപ്പോ ഇതൊരു തോന്നലാവും. അങ്ങനെയാണെങ്കിൽ മാഡത്തിന് പോവാം. അങ്ങനെ അല്ലെങ്കിൽ എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ കേൾക്കാൻ ഞാൻ റെഡിയാണ്. രാജാറാം സർ, സാറിന്റെ തോന്നല് കറക്റ്റാ. ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുക ഞാൻ. ശരിക്കും അകപ്പെട്ടതല്ല, അകപ്പെടുത്തിയതാ. അകപ്പെടുത്തിയതോ? ആര്? വേറെ ആര്? രേഖ മാഡം തന്നെ. അവളെ ഞാൻ ഇപ്പോഴും മാഡം എന്ന് വിളിക്കുന്നത് അവളിരിക്കുന്ന കസേരയോട് എനിക്ക് ബഹുമാനം ഉള്ളതുകൊണ്ടാ. അത് ശരി, നിങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഒന്നും ഇതുവരെ തീർന്നില്ലേ? ഈഗോ ക്ലാഷ് എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമാക്കി എടുക്കരുത് രാജാറാം സർ. ഞാനും ആദ്യം അങ്ങനെ തന്നെയാ കരുതിയത്. എന്നാ കേവലം ഒരു ഈഗോ മാത്രമല്ല അവൾക്ക്. ശ്രീലക്ഷ്മിയെ അപ്പാടെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അവൾക്കുണ്ട്.
എന്റെ കരിക്കുത്തിയമ്മ സ്വപ്നത്തിൽ പോലും എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വരുത്തല്ലേ. ഒരു യാത്രക്കിറങ്ങുമ്പോ കണ്ണു നിറയാൻ പാടില്ല. നിറഞ്ഞ കണ്ണുകൾക്ക് വഴി വ്യക്തമാക്കാൻ കഴിയില്ല. സാർ, എന്നെ കൂടുതൽ കരയിപ്പിക്കല്ലേ. സാറിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. വിവാഹത്തിന് ശേഷം സാറിനെ പിരിഞ്ഞു നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ നോക്ക്, താൻ പോകുന്നത് തന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കാണ്. അവരുടെ സാമീപ്യം തനിക്കിപ്പോ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് തന്റെ യാത്രയ്ക്ക് ഞാൻ എതിരെ നിൽക്കാത്തത്. എന്നെ കാണണമെന്ന് എപ്പോ തോന്നിയാലും ജസ്റ്റ് മേക്ക് എ കോൾ. അപ്പൊ ഞാൻ അവിടെ എത്തിയിരിക്കും. ഇനി എനിക്ക് തന്നെ കാണണമെന്ന് തോന്നുന്ന നിമിഷം അനുവാദം ചോദിക്കാതെ ഞാൻ ഇവിടെ എത്തിയിരിക്കും. എന്താ അതുപോലെ? മതി. എന്നാലും അയ്യേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.